അനുഗ്രഹീതമായ നല്ലൊരു ദിവസത്തിനായിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. ഇന്ന് വീണ്ടും ആഴ്ചയുടെ അവസാന ദിവസം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും നടത്തിയല്ലോ. ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, അനുഭവങ്ങളെക്കാൾ വലിയ ഗുരുവില്ല എന്ന് പലരും പറയും. അത് തന്നെയാണ് സത്യം. അതിൽ നിന്നുണ്ടാകുന്ന കുറെ തിരിച്ചറിവുകളോളം ശക്തമല്ല ഈ ഭൂമിയിൽ വേറൊന്നും. അതുപോലെ തന്നെയാണ് പരസ്പരം സ്നേഹത്തിലും സഹാനുഭൂതിയിലും വാത്സല്യത്തിലും സത്യവിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഒരു ശരീരം പോലെയാണ്. ഏതെങ്കിലും ഒരവയവത്തിന് രോഗം പിടിച്ചാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഉറക്കമൊഴിച്ച് പനിച്ചും അതിന്റെ വിഷമത്തിൽ പങ്കുചേരുന്നത് പോലെ നമുക്കും മറ്റുള്ളവരുടെ വേദനകളിൽ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനിടയായിത്തീരണം. അതാണ് നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരാളിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിരിക്കാറില്ല. എന്നാൽ ഒരു ചെറു പുഞ്ചിരിയിൽ, ഒരു നല്ല വാക്കിൽ തീരാവുന്ന കുഞ്ഞു പരിഭവങ്ങളാണ് നമ്മൾ വാശിയും ദുരഭിമാനവും കൊണ്ട് മരിക്കുവോളം ഇതൊക്കെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത്. എന്നാൽ ഒരു ചെറിയ പുഞ്ചിരിയിൽ തീരാവുന്ന പരിഭവങ്ങളും പലതും നമ്മളാരും ചിരിക്കാറില്ല. നമ്മളാരും നമ്മുടെ വാശിയോ ദുരഭിമാനമോ ഇതൊന്നും വിട്ടുകളയാറുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നെഞ്ചിനകത്ത് വലിയ ഭാരമായി നമുക്ക് മരിക്കുവോളം ചുമന്ന് നടക്കേണ്ടി വരും. ഒരു സമയം ഇതൊക്കെ ഒന്ന് ചിന്തിച്ച്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി, ഇതൊക്കെ ഒന്ന് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ അന്ന് നമ്മുടെ നെഞ്ചിനകത്തെ ഭാരം ഇറങ്ങിപ്പോകുവാനിടയായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായൊരു ദിവസം ദൈവം നമുക്ക് തരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നോക്കി ഒന്ന് ചിരിക്കുവാൻ, മറ്റുള്ളവർക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുവാൻ, നമുക്ക് നമ്മുടെ വാശി ദുരഭിമാനം ഒക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് അനുഗ്രഹീതമായൊരു ദിവസം നമുക്ക് ദൈവം തരുമ്പോൾ ആ ദിവസം അതിനനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ജീവിച്ചു തീർപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.